എല്ലാവർക്കും എഡ്യൂനെറ്റിലേക്ക് സ്വാഗതം. ഇന്നോട്ട് നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. UGC നെറ്റിൻ്റെ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സസ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ജനറൽ പേപ്പറിൽ മൊത്തത്തിൽ 10 മൊഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 10 മൊഡ്യൂൾസിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 6ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ്. ഓക്കെ, ഇപ്പോൾ 6ാമത്തെ മൊഡ്യൂൾ നമുക്ക് ഓൾറെഡി അറിയാം, ലോജിക്കൽ റീസണിങ് ആണ്. ഇപ്പോൾ ലോജിക്കൽ റീസണിങ്ങിൽ നമുക്ക് ഇന്ത്യൻ ലോജിക്കും പഠിക്കാനുണ്ട്, വെസ്റ്റേൺ ലോജിക്കും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെസ്റ്റേൺ ലോജിക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വെസ്റ്റേൺ ലോജിക്കിൻ്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ പറയുന്നത് പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷൻ ഓൾറെഡി നമുക്കറിയാം, ഒരു സെൻറ്റൻസിനെയാണ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. എല്ലാ സെൻറ്റൻസിനെയും സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് പ്രപ്പോസിഷൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു സെൻറ്റൻസ് അഥവാ സ്റ്റേറ്റ്മെൻറ്റ് പ്രപ്പോസിഷൻ ആകണമെങ്കിൽ അതിലെന്തുണ്ടായിരിക്കണം? ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉള്ള സെൻറ്റൻസിനെയാണ് അഥവാ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ദ സെൻറ്റൻസ് അബൌട്ട്. സെൻറ്റൻസ് എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, ആരെക്കുറിച്ചിട്ടാണോ പറയുന്നത്, അതിനെയാണ് പ്രപ്പോസിഷൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പ്രപ്പോസിഷൻ കൊടുത്തിട്ടുണ്ട്, സോക്രട്ടീസ് ഈസ് മോർട്ടൽ. അപ്പം ഈ ഒരു പ്രപ്പോസിഷൻ സോക്രട്ടീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സോക്രട്ടീസ് ആണ് ഈ ഒരു പ്രപ്പോസിഷൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് പ്രെഡിക്കേറ്റ് ആണ്, സംതിങ് വിച്ച് അഫേംഡ് ഓർ ഡിനൈഡ്. അഫേം ചെയ്യപ്പെടുന്ന, ഡിനൈ ചെയ്യപ്പെടുന്ന ടേമിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം, സബ്ജക്റ്റിന് കൊടുക്കുന്ന വിശേഷണത്തെ നമുക്ക് എന്തെന്ന് പറയാം? പ്രെഡിക്കേറ്റ് എന്ന് പറയാം. ഒന്നുകിൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ അഫേം ചെയ്യും, ആണ് എന്ന് പറയും. സോക്രട്ടീസ് ഈസ് മോർട്ടൽ അല്ലേ, സോക്രട്ടീസ് മോർട്ടൽ ആണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സോക്രട്ടീസ് ഈസ് നോട്ട് മോർട്ടൽ എന്ന് പറയും, സോക്രട്ടീസ് മോർട്ടൽ അല്ല എന്ന് പറയാം. അപ്പൊ ആണ് എന്ന് പറയപ്പെടുന്ന, അല്ല എന്ന് പറയപ്പെടുന്ന ടേമിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അഫേം ചെയ്യപ്പെടുന്ന ടേം അഥവാ ഡിനൈ ചെയ്യപ്പെടുന്ന ടേം, അതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? സംതിങ് വിച്ച് അഫേംഡ് ഓർ ഡിനൈഡ്. ആണ് എന്ന് പറയപ്പെടുന്ന, അല്ല എന്ന് പറയപ്പെടുന്ന ടേമിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഒന്നുകിൽ സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയാം, അപ്പോൾ അവിടെ അഫേമേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സോക്രട്ടീസ് ഈസ് നോട്ട് മോർട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് നെഗേഷൻ ആണ്. ഓക്കെ, ഇനി എന്താണ്? ഓൾറെഡി നമ്മൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും പറഞ്ഞു. സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡിനെയാണ് കോപ്യൂള എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, സബ്ജക്റ്റ് ആയിട്ടുള്ള സോക്രട്ടീസിനെയും പ്രെഡിക്കേറ്റ് ആയിട്ടുള്ള മോർട്ടലിനെയും കണക്ട് ചെയ്യുന്നത് ഈസ് ആണ്. അപ്പൊ ഈസ് ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? കോപ്യൂളയായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് നമുക്ക് ഒരു പ്രപ്പോസിഷന്റെ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു പ്രപ്പോസിഷനിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ കോപ്യൂള ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ടേമും വേർഡും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതൊരു പ്രപ്പോസിഷൻ ആണ്. ഈ പ്രപ്പോസിഷനിൽ സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ആണ്. ഈ പ്രപ്പോസിഷനിൽ എത്ര വേർഡ്സ് ആണുള്ളത്? 3 വേർഡ്സ് ആണുള്ളത് അല്ലെ. സോക്രട്ടീസ് ഉണ്ട്, മോർട്ടൽ ഉണ്ട്, ഈസ് ഉണ്ട്. 3 വേർഡ്സ് ആണുള്ളത്. പക്ഷെ ഇതിലുള്ള ടേംസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ടേംസ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. സോക്രട്ടീസും മോർട്ടലുമാണ് ടേംസ് ആയിട്ട് വരുന്നത്. അപ്പൊ വേർഡും ടേമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ ടേംസും വേർഡ്സ് ആണ്, പക്ഷെ എല്ലാ വേർഡ്സിനെയും നമുക്ക് ടേംസ് എന്ന് പറയാൻ പറ്റില്ല. ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് ആയിട്ടോ പ്രെഡിക്കേറ്റ് ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ആയിട്ടോ പ്രെഡിക്കേറ്റ് ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സിനെയാണ് ടേംസ് എന്ന് പറയുന്നത്. അപ്പം സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയുന്ന സെന്റൻസിൽ 2 ടേംസ് മാത്രമേ ഉള്ളൂ. ഒന്ന് സോക്രട്ടീസും, രണ്ടാമത്തത് മോർട്ടലും. വേർഡ്സ് എടുക്കുകയാണെങ്കിൽ എത്ര വേർഡ്സ് ഉണ്ട്? 3 വേർഡ്സ് ഉണ്ട്. സോക്രട്ടീസ് ഒരു വേർഡാണ്, ഈസ് ഒരു വേർഡാണ്, മോർട്ടൽ ഒരു വേർഡാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രപ്പോസിഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നെറ്റ് എക്സാമിന് നമുക്ക് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രപ്പോസിഷനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് കണ്ടീഷണൽ പ്രപ്പോസിഷൻ, രണ്ടാമത്തത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ. കണ്ടീഷണൽ പ്രപ്പോസിഷൻ പേരിൽ തന്നെ ഉണ്ട്. ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ അഫേം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിനൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കണ്ടീഷണൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രപ്പോസിഷൻ വിത്ത് എ കണ്ടീഷൻ എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ എന്താണ്? ഇഫ് ഇറ്റ് റെയിൻസ് ദെൻ ദ ഗ്രൗണ്ട് വിൽ ബി വെറ്റ്. മഴ പെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് നനയും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടും. ഇതുപോലുള്ള പ്രപ്പോസിഷൻസ് എല്ലാം കണ്ടീഷണൽ പ്രപ്പോസിഷൻ ആണ്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ. മഴ പെയ്യുകയാണെങ്കിൽ ഒരു കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രൗണ്ട് നനയുള്ളൂ.
ഓക്കെ ആണല്ലോ. അപ്പം പ്രപ്പോസിഷൻ വിത്ത് എ കണ്ടീഷൻ, ഒരു കണ്ടീഷനോട് കൂടിയിട്ടുള്ള പ്രപ്പോസിഷനെയാണ് കണ്ടീഷണൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു അൺകണ്ടീഷണൽ പ്രപ്പോസിഷൻ ആണ്, കണ്ടീഷൻ ഇല്ലാത്ത പ്രപ്പോസിഷൻ വിത്തൗട്ട് എ കണ്ടീഷൻ. പ്രപ്പോസിഷൻ അഫേംസ് ഓർ ഡിനൈസ് സംതിങ് ടു സംതിങ് എൽസ് വിത്തൗട്ട് എ കണ്ടീഷൻ. ഒരു കണ്ടീഷനും ഇല്ലാണ്ട് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ അഫേം ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ അഥവാ അൺകണ്ടീഷണൽ പ്രപ്പോസിഷൻ എന്ന് പറയാം. ഇപ്പൊ കണ്ടോ, സോക്രട്ടീസ് ഈസ് നോട്ട് മോർട്ടൽ. അപ്പൊ ഇവിടെ എന്താണ്? സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ ഡിനൈ ചെയ്യുകയാണ് അല്ലെ, ഒരു കണ്ടീഷനും ഇല്ല, വിത്തൗട്ട് എ കണ്ടീഷൻ. സോക്രട്ടീസ് ഈസ് മോർട്ടൽ, സോക്രട്ടീസ് മോർട്ടൽ ആണെന്ന് പറയുന്നു. സോക്രട്ടീസ് ഈസ് നോട്ട് മോർട്ടൽ, സോക്രട്ടീസ് മോർട്ടൽ അല്ല എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രപ്പോസിഷന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ മാത്രമാണ്. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അൺകണ്ടീഷണൽ പ്രപ്പോസിഷൻ ആണ്. കണ്ടീഷൻ ഒന്നും ഇല്ലാണ്ട് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ അഫേം ചെയ്യുന്നു അല്ലെങ്കിൽ ഡിനൈ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് രണ്ട് കോൺസെപ്റ്റ് പഠിക്കണം. ഒന്ന് ക്വാണ്ടിറ്റിയും രണ്ടാമത്തത് ക്വാളിറ്റിയുമാണ്. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് അളവ്? നമ്മൾ എവിടെയായിരിക്കും എടുക്കുന്നത്? ക്വാണ്ടിറ്റി നമ്മൾ എവിടെയായിരിക്കും എടുക്കുന്നത്? ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത് സബ്ജക്റ്റിന് മുന്നിലാണ് അല്ലെ. ക്വാളിറ്റി നമ്മൾ എടുക്കുന്നത് പ്രെഡിക്കേറ്റിന് മുന്നിൽ. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് യൂണിവേഴ്സലും രണ്ടാമത്തത് പർട്ടിക്കുലറും. ഓക്കെ, യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സബ്ജക്റ്റ് ഒരു മൊത്തം ക്ലാസ്സിനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു മൊത്തം ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിവേഴ്സൽ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾ മെൻ ആർ മോർട്ടൽ, ഓൾ മെൻ ആർ മോർട്ടൽ. അപ്പൊ ഇവിടെ എന്താണ്? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മെന്നിലെ എല്ലാ മെമ്പേഴ്സും ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ എന്താണ്? ഒരു മൊത്തം ക്ലാസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? സബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഒരു മൊത്തം ക്ലാസ്സിനെ സബ്ജക്റ്റ് റെഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മൊത്തം ക്ലാസ്സിനെ സബ്ജക്റ്റ് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിവേഴ്സൽ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് നോക്കിയാൽ പർട്ടിക്കുലർ എന്ന് പറയുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി എന്തായിരിക്കും? സം എൻ ആയിരിക്കും അല്ലെ. ഒരു മൊത്തം ക്ലാസ്സിലുള്ള കുറച്ച് മെമ്പേഴ്സ് മാത്രമേ എവിടെ ഉണ്ടാകുള്ളൂ? സബ്ജക്റ്റിൽ ഉണ്ടാകുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? സം മെൻ വരുവാണെങ്കിൽ അവിടുത്തെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? പർട്ടിക്കുലർ ആയിരിക്കും. ഓൾ മെൻ വരുവാണെങ്കിൽ അവിടുത്തെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? യൂണിവേഴ്സൽ ആയിരിക്കും. അപ്പൊ ക്വാണ്ടിറ്റി നമ്മൾ എപ്പോഴും എടുക്കുന്നത് സബ്ജക്റ്റിന് മുന്നിലായിരിക്കും. ഇനി രണ്ടാമത്തത് എന്താണ്? ക്വാളിറ്റി ആണ്. ക്വാണ്ടിറ്റി നമ്മൾ സബ്ജക്റ്റിന് മുന്നിൽ എടുത്തെങ്കിൽ ക്വാളിറ്റി നമ്മൾ എടുക്കുന്നത് എവിടെയായിരിക്കും? പ്രെഡിക്കേറ്റിന് മുന്നിലായിരിക്കും. അഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ അഫേം ചെയ്യുന്നുണ്ടെങ്കിൽ, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ അഫേം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു അഫേർമേറ്റീവ് പ്രപ്പോസിഷൻ ആയിരിക്കും. അല്ലെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അഫേർമേറ്റീവ് ആയിരിക്കും അല്ല, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ആണ് എന്ന് പറയാം, സം മെൻ ആർ മോർട്ടൽ, കുറച്ച് മനുഷ്യരൊക്കെ മോർട്ടൽ ആണ്. ഓക്കെ, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അവിടെ എന്ത് ഉണ്ടായിരിക്കില്ല? നോട്ട് ഉണ്ടായിരിക്കില്ല. ഇനി ഇവിടെ നോക്കിയാൽ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ, സം മെൻ ആർ നോട്ട് മോർട്ടൽ എന്ന് എഴുതുക. സം മെൻ ആർ നോട്ട് മോർട്ടൽ എന്ന് എഴുതുക. സം മെൻ ആർ നോട്ട് മോർട്ടൽ അല്ലെ. ഇങ്ങനെ എഴുതുമ്പോൾ എന്താണ്? ഇതെന്താണ്? ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ എന്ത് ചെയ്യുകയാണ്? നെഗേറ്റ് ചെയ്യുകയാണ്, ഡിനൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്? പ്രെഡിക്കേറ്റിന് മുന്നിലാണ് അല്ലെ. പ്രെഡിക്കേറ്റിന് മുന്നിൽ നോട്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി നെഗറ്റീവ് ആണ്, നോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി അഫേർമേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഈ പ്രപ്പോസിഷനിൽ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രപ്പോസിഷൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാമല്ലോ. അതാ ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്രപ്പോസിഷനിൽ എഴുതാം. ഓൾ മെൻ ആർ നോട്ട്. ഓക്കെ, നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലായിരുന്നു അല്ലേ. അപ്പം അതിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കേട്ടിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. പ്രെഡിക്കേറ്റിന്റെ മുന്നിൽ എന്തുണ്ടായിരിക്കും? നോട്ട് ഉണ്ടായിരിക്കും. അഫേർമേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതിൽ എന്തുണ്ടായിരിക്കില്ല? നോട്ട് ഉണ്ടായിരിക്കില്ല. അപ്പൊ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കമ്പൈൻ ചെയ്തിട്ട് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ
പ്രപ്പോസിഷൻ ആണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനൊരു പേര് കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സൽ കാണിക്കുന്നത് ക്വാണ്ടിറ്റിയാണ്, അഫർമേറ്റീവ് കാണിക്കുന്നത് ക്വാളിറ്റിയാണ്. അപ്പം യൂണിവേഴ്സൽ അഫർമേറ്റീവിനെ നമ്മൾ എ പ്രപ്പോസിഷൻ എന്നാണ് പറയുന്നത്, ക്യാപിറ്റൽ എ. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് യൂണിവേഴ്സൽ അഫർമേറ്റീവിന് ഒരു എക്സാമ്പിൾ എഴുതാം. എന്താണ്? ഓൾ മെൻ ആർ മോർട്ടൽ. കണ്ട, ക്വാണ്ടിറ്റി യൂണിവേഴ്സൽ ആണ്, ക്വാളിറ്റി അഫർമേറ്റീവ് ആണ്, ആർ മോർട്ടൽ ആണ്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ആണ് യൂണിവേഴ്സൽ നെഗറ്റീവ്. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാണ്ടിറ്റി യൂണിവേഴ്സൽ ആണ്, എന്താണ്? ഓൾ മെൻ ആണ്. ക്വാളിറ്റി എന്താണ്? നെഗറ്റീവ് ആണ്, നോട്ട് മോർട്ടൽ ആണ്. ഓൾ മെൻ ആർ നോട്ട് മോർട്ടൽ. അപ്പം നമ്മൾ എന്താണ് യൂണിവേഴ്സൽ നെഗറ്റീവ് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഓൾ മെൻ ആർ നോട്ട് മോർട്ടൽ എന്ന് എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാം, നോ മെൻ ആർ മോർട്ടൽ എന്ന് എഴുതാം. അപ്പൊ എക്സാമിന് രണ്ട് രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്, നോ മെൻ ആർ. ഇത് രണ്ടും എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടോ, നോ മെൻ ആർ മോർട്ടൽ. രണ്ട് രീതിയിൽ നമുക്ക് ഈ പറയുന്ന യൂണിവേഴ്സൽ നെഗറ്റീവ് എഴുതാം. ഒന്നുകിൽ നമുക്ക് ഓൾ മെൻ ആർ നോട്ട് മോർട്ടൽ എന്ന് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നോ മെൻ ആർ മോർട്ടൽ എന്നും എഴുതാം. അപ്പം ഈ പറയുന്ന യൂണിവേഴ്സൽ നെഗറ്റീവിനെ നമ്മൾ ഈ പ്രപ്പോസിഷൻ എന്നാണ് പറയുന്നത്, ക്യാപിറ്റൽ ഇ. ഓക്കെ, യൂണിവേഴ്സൽ നെഗറ്റീവിനെ നമ്മൾ ഈ പ്രപ്പോസിഷൻ എന്ന് പറയും. പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ് മൂന്നാമത്തെ പ്രപ്പോസിഷൻ. മൂന്നാമത്തെ പ്രപ്പോസിഷനെ നമ്മൾ ഐ പ്രപ്പോസിഷൻ എന്ന് പറയും. പേരിൽ തന്നെ ഉണ്ട്, എന്താണ്? പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. അപ്പൊ ക്വാണ്ടിറ്റി എന്തായിരിക്കും? പർട്ടിക്കുലർ ആയിരിക്കും. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? പർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ എന്താണ്? സം എൻ ആണ്. അഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? സം എൻ ആർ മോർട്ടൽ ആണ്. ഓക്കെ ആണല്ലോ. പർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി സം എൻ വന്നു. അഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതെന്താണ്? സം എൻ ആർ മോർട്ടൽ എന്ന് നമുക്ക് എഴുതാം. നാലാമത്തെ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്താണ്? ഓ പ്രപ്പോസിഷൻ ആണ്. നാലാമത്തെ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ഓ പ്രപ്പോസിഷൻ ആണ്. അപ്പം എന്താണ് അതിനെ പറയുന്നത്? പർട്ടിക്കുലർ നെഗറ്റീവ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ക്വാണ്ടിറ്റി പർട്ടിക്കുലർ ആണ്, ക്വാളിറ്റി എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സം എൻ ആർ നോട്ട് മോർട്ടൽ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയുക. വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ പറയാം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ 10 മൊഡ്യൂൾസിന്റെ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയാം. നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ എന്താണ് ഞാൻ ഇട്ട് തരുന്ന വീഡിയോ, ഇപ്പം ലോജിക്കൽ റീസണിങ് ആയിക്കോട്ടെ, ഏകദേശം ഒരു 7-8 വീഡിയോസ് ഉണ്ടായിരിക്കും. 7-8 വീഡിയോസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അടക്കം 7-8 വീഡിയോസ് ഉണ്ടായിരിക്കും. ഇത്രയും വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്നൊരു 5 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം 10 മൊഡ്യൂൾസ് ആണുള്ളത്. ഓരോ മൊഡ്യൂൾസിൽ നിന്നും വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന 5 മാർക്കാണ്. എപ്പോഴും 5 മാർക്ക് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നില്ല. ഇപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചിലപ്പോൾ 8-7 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചിലപ്പോൾ 4 ക്വസ്റ്റ്യൻ ചോദിക്കാം, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. ലോജിക്കൽ റീസണിങ്ങും അതേപോലെയാണ്. ചിലപ്പോൾ 6 ക്വസ്റ്റ്യൻ ചോദിക്കാം, ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻ ചോദിക്കാം, ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു 7-8 വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ എഴുതാം. അപ്പൊ എന്താണ്, നമുക്കിപ്പോൾ ഒരു 10 മൊഡ്യൂൾസ് ഉണ്ട്. 10 മൊഡ്യൂൾസിൽ ഒരു 5 മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു 6 മൊഡ്യൂൾ, ഇപ്പം മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അതേപോലെ തന്നെ ICT, ലോജിക്കൽ റീസണിങ്, ഇതുപോലുള്ള പോർഷൻസിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ശരിയാക്കാൻ സാധിക്കും. ഞാൻ തരുന്ന നോട്ട്സ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. കൃത്യമായിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 40-42 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ 50 ക്വസ്റ്റ്യൻ ആണുള്ളത്, എല്ലാത്തിനും കൂടെ 100 മാർക്കാണുള്ളത്. അപ്പം നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യനിൽ 42 ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിക്കും. കൃത്യമായിട്ട് വീഡിയോസ് ഫോളോ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഇട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൃത്യമായിട്ട് കാണുക. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറയാം. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ട് തരാം, നോട്ട്സ് ഇട്ട് തരാം. അപ്പം അതിനൊരു ടെലിഗ്രാം ചാനലുണ്ട്, അത് നമുക്ക് ടെലിഗ്രാം ചാനലിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഡൗട്ട്സ് കമൻസ് ആയിട്ട് പറയുക, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കമൻസിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ചെറിയ രീതിയിലൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.